CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന് പാർട്ടിയിൽ വീണ്ടും ആവശ്യം. സംസ്ഥാന കൌൺസിലിലാണ് ആവശ്യമുയർന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ സെക്രട്ടേറിയറ്റ് സ്വജനപക്ഷപാതം നടത്തിയെന്നും അംഗങ്ങൾ ആരോപിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അപക്വമായ പ്രസ്താവനകൾ നിർത്തണമെന്നും സംസ്ഥാന കൌൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ പെരുമാറിയത് രാജാവിനെ പോലെയെന്നും LDF ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടെന്നും വിമർശനമുയർന്നു. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ശ്രീജിത്ത്, വീണ്ടും സമാന ഭാഷയിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നു അംഗങ്ങളുടെ ഭാഗത്തുനിന്നും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ നിലയിലുള്ള ആവശ്യത്തിലേക്ക് മാറുകയാണല്ലേ കാര്യങ്ങൾ? അതിഥ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായാണ് CPIയുടെ 2 ദിവസത്തെ സംസ്ഥാന കൗൺസിൽ ഇന്ന് ആരംഭിച്ചത്. ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവിന്റെ തുടർച്ചയായിരുന്നു സംസ്ഥാന കൗൺസിൽ യോഗം. ഈ യോഗത്തിലാണ് CPIയുടെ കേരളത്തിലെ പരമോന്നത ഘടകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന ആവശ്യമുയർന്നത്. ഈ ആവശ്യം ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് CPIയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറിയായ PS സുബാലാണ്. സെക്രട്ടേറിയറ്റിന്റെ വിശ്വാസ്യത പൂർണ്ണമായി നഷ്ടമായെന്ന് മലപ്പുറത്തു നിന്നുള്ള നേതാവായ അജിത് കൊളാടിയും വിമർശിച്ചു. തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദനും സംസ്ഥാന സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങളെ രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ സെക്രട്ടറി പിരിച്ചുവിടണം എന്ന ആവശ്യം തനിക്കില്ല എന്നാണ് ശിവാനന്ദൻ സൂചിപ്പിച്ചത്. ഇതുകൂടാതെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയും രൂക്ഷമായ വിമർശനമുണ്ടായി. ബിനോയ് വിശ്വത്തിന്റെ പല പ്രസ്താവനകളും അപക്വമാണ്. ഏറ്റവും ഒടുവിൽ അവതാരങ്ങളെ സൂക്ഷിക്കണമെന്ന തരത്തിലുള്ള പ്രസ്താവന CPM-ലാക്കാക്കി നടത്തിയത് തെറ്റായിപ്പോയി. ഇത്തരമൊരു അപക്വമായ പ്രസ്താവനകൾ ബിനോയ് വിശ്വം അവസാനിപ്പിക്കണം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടത് ശരിയായില്ലെന്ന വിമർശനവും നേതാക്കൾ ഉന്നയിച്ചു. ഈ കാര്യത്തിലും PS സുബാൽ ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷമായ പരാമർശം നടത്തി. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൊണ്ട് CPIക്ക് പാർട്ടിക്ക് എന്ത് ഗുണമാണുള്ളത് എന്നാണ് PS സുബാൽ ചോദിച്ചത്. ഇന്നലെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ സ്വരങ്ങൾ ഉയർന്നിരുന്നു. അതിന്റെ തുടർച്ചയാണ് സംസ്ഥാന കൗൺസിലും ഉണ്ടായത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷമായ വിമർശനം ഉണ്ടായി. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായി വിജയൻ രാജാവിനെ പോലെയാണ് പെരുമാറിയത്. മുന്നണി പൂർണ്ണമായും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു. മാർക്സിസമല്ല LDF പിന്തുടർന്നത്, മറിച്ച് സ്റ്റാലിനിസമാണ് എന്ന വിമർശനവും സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഉയർന്നു. ഇന്ന് രാവിലെ 11:30 ആരംഭിച്ച ചർച്ച വൈകുന്നേരം വരെ നീണ്ടു. നാളെയും ചർച്ച തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.